നമ്മുടെ ആളില്ലാ വിമാനം പാകിസ്ഥാനിൽ വീണിട്ടുണ്ട്. അപ്പോൾ സാങ്കേതിക തകരാറ് കൊണ്ടാണ്, സാങ്കേതിക പിഴവാണ്, അത് തിരിച്ചു തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊരു സാങ്കേതിക പിഴവ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അത് മറ്റെന്തെങ്കിലും ഒരു ഇത് ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നത്? ഇത് സമീപ ഭാവിയിൽ, സമീപ കാലത്ത് ഇത് രണ്ടാമത്തെ സംഭവമാണ്. അതെ അതെ. അതിന് മുമ്പ് ബ്രഹ്മോസ് 2022 മാർച്ചിൽ വെറുതെ ആരോ ഇന്ന് ബട്ടൺ അമർത്തി അവിടെ പോയിട്ട് വീണു. ഇത് ശീതയുദ്ധ കാലഘട്ടത്തിലാണ്, ലോക മഹായുദ്ധം ഉണ്ടായത് ധാരാളമാണ്. മനസ്സിലായോ? അവിടെ പോയി വീണു. അപ്പോൾ അത് അബദ്ധത്തെ പറ്റിയാണ് ഇന്ത്യ പറഞ്ഞത്, പാകിസ്ഥാൻ അംഗീകരിച്ചു. അതോടുകൂടിയിട്ട് ആ വിഷയം ഭാഗ്യത്തിന് ഈ ഇമ്രാൻഖാൻ നമ്മളൊക്കെ എതിർക്കെങ്കിൽ പോലും അയാൾ കുറച്ച് സെൻസുള്ളൊരു കക്ഷിയാണ്. പിന്നെ അവിടെ പട്ടാള ഭരണമാണല്ലോ, ഈ പട്ടാളം സെൻസിബിളാണ്. അവിടെ മതഭ്രാന്തന്മാരാണ് കംപ്ലീറ്റ്ലി മതഭ്രാന്തന്മാരാണ് ഭരിക്കുന്നതെങ്കിലും അവന്മാർ തിരിച്ചടിക്കും. അപ്പോൾ അവർ അത് വളരെ രഹസ്യമായിട്ട് വെച്ചു, വലിയ പബ്ലിസിറ്റി ആ വിഷയത്തിന് കൊടുത്തില്ല. അവരാ രീതി ഹാൻഡിൽ ചെയ്തു. അങ്ങനെ ആ പ്രശ്നം തീർന്നു. ഇത് രണ്ടാമതായിട്ടാണ് ഈ ഡ്രോണ് പോകുന്നത് വലിയൊരു പ്രോബ്ലം അല്ല. ഒരു പ്രോബ്ലം അല്ലാന്ന് വെച്ചാൽ ഇതൊക്കെ ഈ എയർ സ്പേസ് പലപ്പോഴും ലംഘിക്കപ്പെടും. അങ്ങനെയാണ് പണ്ട് നമ്മളൊരു വിമാനം അവർ 60s നമ്മളെ സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞിരുന്ന വിമാനം അവരെ ഏരിയയിൽ കൂടെ അവർ വെടിവെച്ചിട്ടു. അവരുടെ നേവൽ ചീഫോ അല്ല വൈസ് ചീഫോ മറ്റോ പോയിട്ടുള്ള അറ്റ്ലാന്റിസ് എന്നുള്ളൊരു വിമാനം നമ്മൾ കച്ചിൽ 2000 നമ്മൾ വെടിവെച്ചിട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളെ എയർ സ്പേസിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ അവർ വന്ന് നിങ്ങളെ എയർ സ്പേസ് ഞങ്ങൾ വന്ന് ഞങ്ങളെ എയർ സ്പേസിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത് ആകാശത്ത് ഒരു സാധനം വെടിവെച്ചിട്ട് ഏതാണ്ട് 200 കിലോമീറ്റർ പരിധിയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വരും. അപ്പോൾ അത് അവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോയിട്ട് കേസ് നിന്നില്ല. കേസ് നിന്നില്ല. ഇതിപ്പം ഡ്രോണ് പോയതാണ്. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിഷയം വരുമ്പോൾ സസ്പീഷ്യസ് ആവും ആളുകൾ. പാകിസ്ഥാൻ ഇതിപ്പം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയല്ല. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയായിട്ട് യുദ്ധത്തിനുള്ള ഒരു സാഹചര്യ അവസ്ഥയിലല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചൊരു സൂചനയാണോ ഇത്? ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും എന്നങ്ങനെ. ഇത് ബംഗ്ലാദേശിന് വെള്ളപ്പൊക്കം ചിലപ്പോൾ സൂചന. ഇത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ പാകിസ്ഥാനായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ നമുക്ക് നേരിട്ടില്ല. ഇപ്പം നമ്മൾ ട്രബിൾഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. അപ്പോൾ ചൈനയിൽ പ്രശ്നമുണ്ട്. പാകിസ്ഥാനായിട്ട് ഫുൾ ഇടയ്ക്കൊന്നും രണ്ട് കാശ്മീർ വിഷയം നടന്നതെന്നല്ല, വലിയൊരു പ്രശ്നമില്ല. മാത്രമല്ല അങ്ങനെ ബോധപൂർവ്വം എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു യുദ്ധത്തിന് സജ്ജമാകാതെ പൊതുവേ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് അങ്ങനെ വിട്ടിട്ടൊരു പണി അവരെ നമ്മൾ അത്ര എളുപ്പം പ്രകോപിപ്പിക്കാൻ പറ്റുന്ന രാജ്യമല്ല. അവരായിട്ട് ഒരു കൺവെൻഷണൽ യുദ്ധം വന്നാൽ നമ്മൾ ജയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പ്രശ്നം വെച്ചാൽ ഇത് മിലിറ്ററി പവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് പടക്കമല്ല കയ്യിലുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യത്തെ വെറുതെ പ്രകോപിപ്പിക്കില്ല. അവർ ഇന്ത്യയോട് അധികം കളിക്കാത്തപ്പോൾ അതുകൊണ്ടാണ്. നമ്മളവിടെ കയറിയിട്ട് അവർ പിന്നെ ബാലാക്കോട്ട് ആക്രമണം നടത്തിയിട്ടും അവന്മാർ കളിക്കാൻ വരാത്ത, പരിധി കൂടുതൽ കളിക്കാൻ വരാത്ത അതുകൊണ്ടാണ്. കാര്യം ന്യൂക്ലിയർ പവേഴ്സാണ്. കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ദുർബലമായ രാജ്യമല്ല പാകിസ്ഥാൻ. യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശേഷിയൊക്കെ പാകിസ്ഥാനുണ്ടോ? അല്ല. ഇതിന് പ്രശ്നം വെച്ചാൽ കൺവെൻഷണൽ യുദ്ധമാണെങ്കിൽ നമ്മൾ ജയിക്കും. അറ്റോമിക് യുദ്ധമാണ് എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല. ആര് ആദ്യം ഉപയോഗിക്കുന്നു, ഏതൊക്കെ സ്ട്രാറ്റജിക് അറ്റോമിക് ബോംബിൻ്റെ ഭസ്മമാക്കി കളയും, ഏതൊക്കെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ നമ്മൾ നേവിയിൽ ഇപ്പോൾ അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പം ചൈന അവർക്ക് പുതിയ സബ്മറൈൻസ് കൊടുക്കണം. സബ്മറൈൻസ് യുദ്ധത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ അറ്റോമിക് മൂന്നാമത്തെ ഈ ന്യൂക്ലിയർ ട്രയാഡ് ഉണ്ട്. നമ്മുടെ എയർ ബേസുകളും മിസൈൽ ബേസുകളും ഒക്കെ തകർത്ത് കഴിഞ്ഞാൽ അടുത്ത അവസാന തിരിച്ചടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ സബ്മറൈനിലുള്ള മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഇങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്മറൈൻസിൽ ഇപ്പോൾ അവർക്കൊരു അപ്പഹാനം കിട്ടുന്ന കാര്യങ്ങൾ അടുത്ത എയർഫോഴ്സിൽ അവന്മാർക്ക് അപ്പഹാനം ഉണ്ട്. നമ്മളെ വിമാനങ്ങൾ പലതും ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ മിറാഷ് അപ്ഗ്രേഡ് ചെയ്തെടുത്തു. റഫേൽ പെട്ടെന്ന് മേടിക്കാൻ അതാ കാരണം. റഫേൽ പെട്ടെന്ന് മേടിച്ചതുകൊണ്ടാണ്. പിന്നെ അതുപോലെ ഈ സുഗോയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. നന്നായി മാനേവർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും. ഇതൊക്കെ ഡോഗ് ഫൈറ്റിനൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ അതിലുള്ള പല മിസൈലുകളും പാകിസ്ഥാൻ്റെ F-16 മിസൈലുകളെ നേരിടാൻ ശേഷിയുള്ളതല്ല. അതുകൊണ്ടാണ് ഈ നമ്മുടെ തമിഴ്നാട്ടിൽ വിഷ്ണുവർദ്ധന വീരപ്പൻ്റെ മീശുള്ള എയർഫോഴ്സ് പൈലറ്റില്ലേ, അയാൾ പിടിച്ചില്ലായിരുന്നു പാകിസ്ഥാൻ്റെ ആ യുദ്ധ ബലക്കോട്ട് കഴിഞ്ഞ ഉടനെ. ആ സമയത്ത് ഇവരെ നേരിടാൻ വേണ്ടി നമ്മൾ സുഗോയ് ഓടി രക്ഷപ്പെട്ട ആംറാം മിസൈലിൻ്റെ കയ്യിൽ നിന്ന്. അമേരിക്കൻ ആംറാം മിസൈൽ അവരുടെ കയ്യിലുള്ളത്. കാരണം അതിനുള്ള ശേഷി, റഫേലിന് അതിനുള്ള ശേഷിയുള്ളൂ. ഇപ്പം
സുഖോയ് വിമാനങ്ങളേക്ക് ഇത്തരം മിസൈലുകൾ ഫിറ്റ് ചെയ്ത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച അല്ല ഇസ്രായേലിൽ നിന്ന് മേടിച്ച മിസൈലുകൾ ഫിറ്റ് ചെയ്ത് അതിന് നേരിടാൻ ശേഷി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അടുത്ത കാലം വരെ എയർഫോഴ്സിൽ അവർക്ക് ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നമ്മളെക്കാളും പവർ ഉണ്ടായിരുന്നു. 1965 ലോങ് ഡേ വാല യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് എയർഫോഴ്സിൽ അവർക്ക് നമ്മളെക്കാളും പവർ ഉണ്ടായിരുന്നു. കാരണം അമേരിക്ക അവർക്ക് നൈറ്റ് വിഷൻ ക്യാമറയൊക്കെ നൽകിയിരുന്നു. അപ്പോൾ അവരുടെ വിമാനങ്ങൾക്ക് രാത്രി അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് പറ്റും. നമ്മളാ രാത്രി യുദ്ധത്തിന് മൊത്തം നമ്മൾ പിടിച്ചു നിന്നതാണ്. അതാ ബോർഡർ സിനിമ, ബോർഡറിലതാ കഥ എന്ന് തോന്നുന്നു. പിന്നെ പകല് ആ സിനിമയിൽ സൂര്യ ഉദിച്ചതിന് ശേഷം നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മുടെ സ്വന്തം ഫൈറ്റർ ഉണ്ട്, ഫസ്റ്റ് ഫൈറ്റർ. ആ വിമാനങ്ങളായിട്ട് പിന്നെ പോയിട്ട് ആ സിനിമയിൽ ജാക്കി ഷെറോഫാണ് സ്കാർഡറിൻ്റെ ഇടം പോയിട്ട് നമ്മൾ ബോംബ് ചെയ്തിട്ടാണ് നമ്മളെ യുദ്ധം ജയിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വേണമെങ്കിൽ അത് ഹിറ്റ്ലർ മെയിൻകാഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജർമ്മൻകാർ ബേസിക്കലി മണ്ടന്മാരാണ്. അവർ ഈ ഇംഗ്ലീഷുകാർ മണ്ടന്മാരാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇംഗ്ലീഷുകാരാണെങ്കിലോ നമ്മളെന്താണ് കൃത്യമായി പഠിച്ച അവർ സജ്ജമായിരുന്നു. അവസാനം നമ്മൾ യുദ്ധം തോറ്റു. പറഞ്ഞത് ശരിയാ. അവിടെ എന്തുകൊണ്ട് പിന്നെ ജർമ്മനിയിലെ ആളുകൾ ഞാൻ പറഞ്ഞ ഹിറ്റ്ലർ പറഞ്ഞാണ്, മെയിൻകാഫ് പറഞ്ഞാണ് എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റതെന്ന്. പിന്നെ ജൂതന്മാർ പണി കൊടുത്തിട്ടുണ്ട്. കാരണം ജൂതന്മാർക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പലസ്തീൻ കിട്ടുള്ളൂ. ആദ്യം അവർ തുർക്കികളുടെ അടുത്ത് പോയി പൈസ കൊടുത്തു, പലസ്തീൻ ഞങ്ങൾക്ക് തരണം, പറഞ്ഞ് ഞങ്ങൾ യുദ്ധത്തെ നിങ്ങളെ സഹായിക്കാം. തുർക്കിയിലെ പിന്നെ ഖലീഫ വന്ന് നടക്കില്ല, നമ്മുടെ സഹോദരങ്ങൾ അവിടെ ബുദ്ധിമുട്ടും. പക്ഷേ അറബികൾക്ക് ഈ സ്നേഹം തിരിച്ചുണ്ടായിരുന്നില്ല അയാളോട്. അറബികൾ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കൂടി ഇയാൾക്ക് പണി കൊടുത്തത്. അതാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്നുള്ള സിനിമയുണ്ട്, അത് നടന്ന സംഭവമാണത്. എന്നിട്ട് ഇവർ പിന്നെ ഇതിന് പൈസ ഉണ്ടാക്കിയിട്ട് ഇവർ ഇംഗ്ലണ്ടിൽ കൊണ്ടു കൊടുത്തു. ഇംഗ്ലണ്ട് ആ പൈസ ഉപയോഗിച്ചാണ് യുദ്ധം ജയിക്കുന്നത്. അതുകൊണ്ടാണ് അത് ജർമ്മനിക്കെതിരെയാണ് കൊടുത്തത്. സത്യം തുർക്കിക്കെതിരാണ് കൊടുത്തതെങ്കിലും തുർക്കി ജർമ്മനി സഖ്യമായിരുന്നു. ഫലത്തിൽ ഇത് ഇംഗ്ലണ്ട് ഉപയോഗിച്ച ജർമ്മനിക്കെതിരെയാണ്. അതുകൊണ്ടാണ് ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജൂതന്മാരോട് ഇത്ര വിരോധം ഹിറ്റ്ലർക്ക് ഉണ്ടാകാൻ കാരണം. അത് തീ പിടിച്ച അതുകൊണ്ടാണ്. വിരോധം പണ്ടേ യൂറോപ്പിൽ എല്ലായിടത്തിലും ഉണ്ട്. തീ പിടിച്ച ഇതുകൊണ്ടാണ് ജർമ്മനിയിൽ ഇങ്ങനെ സംഭവം നടുവിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട പാവമല്ല പാകിസ്ഥാൻ. നമുക്കവരെ കൺവെൻഷൻ യുദ്ധത്തിൽ നമ്മളെ ജയിക്കുള്ളൂ. പക്ഷേ അറ്റോമിക് യുദ്ധം മാത്രമല്ല, ഇപ്പം നേവിയിൽ അവർക്കൊരു അപ്പഹനുണ്ട്. അവർക്ക് വിമാനവാഹി കപ്പലില്ലാന്ന് നോക്കണ്ട. ഇപ്പം ചൈന ഈ സാധനം കൂടി കൊടുക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ അവർക്ക് വരും. നമ്മളെ ചില കപ്പലുകളൊക്കെ പ്രശ്നത്തിലാണ്, ഒന്ന് മുങ്ങിപ്പോയി, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് നമ്മളെ കപ്പലുകൾക്ക്. എന്താണ് അതിൻ്റെ പിന്നാലെ സബോട്ടേജ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, ചില പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. ഇപ്പം റഫേൽ വന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ഇതിലൊരു അതാണ് ഇവിടെ പ്രതിപക്ഷത്തിനോട് നമുക്ക് ദേഷ്യം പിടിക്കുന്നത്. എന്തും വിവാദമാക്കാൻ നോക്കുന്നു. സത്യത്തിൽ ആ റഫേലും ഈ സാധനമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അവരുടെ F-16 മേടിച്ച് വെച്ചിരിക്കുകയാണ് അവർ. അത് അമേരിക്ക കൊടുത്തതുകൊണ്ട് ജോർദാൻ അവർ മേടിച്ചുകൊണ്ട്. നമ്മളതുകൊണ്ടാണ് മിറാഷ് ഇപ്പോൾ ഖത്തറിനോട് മേടിക്കാൻ വേണ്ടി നമ്മൾ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. റഫേൽ കൂടുതൽ വന്നാലേ നമുക്ക് എയർ സെക്യൂരിറ്റി കൃത്യമായി പറയാൻ പറ്റുള്ളൂ. സുഖോയ് വിമാനം, നമ്മൾക്ക് റഷ്യൻ വിമാനങ്ങളും MiG-21 ഫൈറ്റർ ജെറ്റുകളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, ഓൾറെഡി വലിക്കേണ്ട സാധനമാണ്. അതിനുമാതിരി തേജസ് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ വലിക്കും. സുഖോയ്ക്ക് F-16 അത്ര പവറില്ല. അതുപോലെ ഇതെന്ന് വെച്ചാൽ എന്താണ് പറയുക, ഇമ്പാക്ട് ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവ് F-16 ആണ്. ഇത്രമാത്രം പ്രശ്നങ്ങൾ ഇതിൻ്റെ നടുവ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ കരയുദ്ധത്തിലാണ് നമ്മളാണ് ജയിക്കുക, നമുക്കാണ് പവർ കൂടുതൽ. മൊത്തം കൺവെൻഷണൽ വാർഫെയറിലും നമ്മൾക്കാണ് പവർ കൂടുതൽ. പക്ഷേ അപ്പുറത്ത് ന്യൂക്ലിയർ പവറാണ്. ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇവർ സൂക്ഷിച്ചത് കഴിയാൻ. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ബോധപൂർവമാണെന്ന്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിലുള്ള സൈന്യത്തിൽ പലതും നമ്മൾ അറിയില്ല. ഇത്തരം പേവുകൾ പറ്റിയ ആളുകൾക്ക് ഇത് ശക്തമായ നടപടി വരും. അപ്പോൾ റഷ്യ മുമ്പ് ഈ രണ്ടാം ലോകം ഈ ശീതയുദ്ധ സമയത്ത് റഷ്യയിൽ നിന്ന് നിർദ്ദേശം വന്നു സബ്മറൈനിലെ പിന്നെ ഉദ്യോഗസ്ഥന് ന്യൂക്ലിയർ മിസൈലുകൾ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാളത് അയച്ചില്ല. ഇയാളെ തീരുമാനം ശരിയായിരുന്നു. അത് ഇത് അയക്കാൻ അന്ന് എന്ന് വെച്ചാൽ ഇവർ മാഡായിരുന്നു. മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ, അതാണ് മാഡ്. പ്രാന്ത് എന്നാണല്ലോ മാഡിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ അമേരിക്ക അവിടെ നിന്ന് ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് അതേ സമയം റഷ്യ ഓട്ടോമാറ്റിക്കലി ഇവിടെ മിസൈൽ പോകും. മിസൈൽ ഓട്ടോമാറ്റിക്കലി സോവിയറ്റ് റഷ്യ ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ആ സമയം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മിസൈൽ പോകും, ന്യൂക്ലിയർ മിസൈൽ. ഇതാണ് അലത്തെ സ്ഥിതി. അന്ന് കമ്പ്യൂട്ടറിന് അബദ്ധം വരും. അമേരിക്ക മിസൈൽ അയച്ചു റോങ് മെസ്സേജ് വന്നു. ഇയാൾ മിസൈൽ അയച്ചതിന് ഒപ്പം അമേരിക്ക തിരിച്ചടിക്കും, ലോക മഹായുദ്ധം, മുന്നേ ലോകം ഉണ്ടാവില്ല അന്നത്തെ രീതി അനുസരിച്ചിട്ട്. ഇയാൾ അയച്ചില്ല. പക്ഷേ ഇയാൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. സോവിയറ്റ് റഷ്യ തകർന്നതിന് ശേഷം നമ്മൾ പുറംലോകം വിവരം അറിയുന്നു. പക്ഷേ അയാൾക്ക് അതിൽ ആക്ഷൻ എടുത്തു നടന്നു. കാരണം ഒരു ഓർഡർ ഇട്ടാതെ അനുസരിക്കുക എന്നുള്ളത് ആ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് പിന്നെ എന്താ പറയുക, അനുസരണക്കേടിന് മാതൃകയാവും. അയാൾക്കതിൽ ആക്ഷൻ എടുത്തു അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു
ഇപ്പം പാകിസ്ഥാനിലേക്ക് മിസൈൽ അയച്ചിട്ടോ ഡ്രോൺ അയച്ചിട്ടോ ഒന്നും ആവശ്യമില്ല നമുക്ക് അവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ട്, ഡ്രോൺ അയക്കേണ്ട ആവശ്യമില്ല. ഹെലികോപ്റ്റർ അല്ല, മറ്റേ സാധനം ഉണ്ടല്ലോ, സാറ്റലൈറ്റ് ഉണ്ട്. കൃത്യമായിട്ട് വണ്ടീൻ്റെ നമ്പർ വരെ പിടിച്ചെടുക്കാൻ പറ്റും. ഇവിടുത്തെ ക്യാമറേനെക്കാട്ടും ഷാർപ്പാണ്, അത്രയും റെസൊല്യൂഷനുള്ള ക്യാമറയാണ്. അപ്പോൾ ഇതൊരു അബദ്ധം പറ്റിയായിരിക്കും, അബദ്ധമായിട്ട് കണക്കാക്കാം, അബദ്ധമാകാനാണ് സാധ്യത. അതെല്ലാം നമ്മൾ ഇതിന് പിന്നിൽ ഇങ്ങനെ ഡോവലാണ് മോഡിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇത് കാരണം നമ്മൾ ശത്രു ആരാന്ന് നോക്കണം. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോയി ആളുകൾ ചൊറിയാറില്ല. ഇങ്ങോട്ടൊന്നും ഒരു രക്ഷയില്ലേ. ഈ ജാക്കി ചാൻ്റെ സിനിമ ഉണ്ടില്ലേ, പരമാവധി തൊഴിലൊക്കെ നോക്കിയിട്ട് ഓടി രക്ഷപ്പെടാം, എന്നിട്ട് രക്ഷയില്ലെങ്കിലും അടിക്കുള്ളൂ. നമ്മൾ ഇത്രയും കാലം നമ്മളെ അടുത്ത് നമ്മളത് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ റെസ്പെക്റ്റ് നമുക്ക് കിട്ടാറുണ്ട്, അതിൻ്റെ ഗുണവും നമുക്കുണ്ട്. ഒരു വാഗ വന്ന് നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഈ ചുരണ്ടി നിൽക്കുന്നവന് ഈ ഒന്ന് സാറ്റലൈറ്റ് ഫോണുകൾ മൊത്തം തകരും, മൊത്തം അവർ തകർത്ത് കളയും. കറണ്ട് ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, പട്ടിണിയായിരിക്കും. ഈ ചുരണ്ടി ഈ മോഡി സാർ പോയി അടിക്കൂ, ഇമ്മാൻ ചലോ എന്നൊക്കെ പറയുന്നത് വേണ്ട. ഇവന്മാർക്ക് ഇത് വല്ലതും അറിയാം. ഒരു വാഗ വന്ന് എന്താ സംഭവിക്കില്ലല്ലോ. ഇവന്മാരൊക്കെ ഒന്നുകിൽ ആത്മഹത്യയല്ലേ ഭ്രാന്തെടുക്കും. അത് നമ്മുടെ ഭരണാധികാരികൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഇവർ ഇത്തരം എന്താ പറയുക എടുത്തുകാട്ടങ്ങൾക്കൊന്നും പോകാത്തത്.